സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 11 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. അലോപ്പതി ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങി. OP സേവനം മുടങ്ങും. തിരുവനന്തപുരം. സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ പണിമുടക്ക് ആരംഭിച്ചു. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും OP സേവനം ഉണ്ടാകില്ല. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ തീരുമാനത്തിനെതിരെ IMA രാജ്യവ്യാപക സമരത്തെ പിന്തുണച്ചാണ് പണിമുടക്ക്. സമരത്തിൽ വലഞ്ഞ രോഗികൾ. തൃശൂർ. OP ബഹിഷ്കരണത്തിൽ സംസ്ഥാനത്തെ പല ആശുപത്രികളിലും രോഗികളെ ദുരന്തത്തിലാക്കി. കോട്ടയം മെഡിക്കൽ കോളേജുകൾ രോഗികൾ മണിക്കൂറുകളായി കാത്തുനിൽക്കുകയാണ്. തൃശൂരിലും സ്ഥിതി വിഭിന്നമല്ല. ഇതാണ് ജനാധിപത്യം. തൃശൂർ. അക്ഷരാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു ജനാധിപത്യം നടപ്പിലായത്. കേരളം രണ്ടാംഘട്ട വിധി എഴുതിയപ്പോൾ എറണാകുളം, തൃശൂർ, കോട്ടയം, പാലക്കാട്, വയനാട് അടക്കം 78.74% റെക്കോർഡ് വോട്ടുകൾ പെട്ടിയിലായി. 2015 ഇതേ ജില്ലകളിൽ ശരാശരി പോളിംഗ് 76.38%. കോവിഡ് വാക്സിൻ സ്വീകരണത്തിലും സാമ്പത്തിക അധീനത്വം. വാങ്ങിക്കൂട്ടി സമ്പന്ന രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങളിൽ തികയില്ലെന്ന് ശങ്ക. ന്യൂഡൽഹി. സമ്പന്ന രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും വാക്സിൻ വാങ്ങുന്നതിൽ വലിയ അന്തരമുള്ളതായി US ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങൾ അവരുടെ ജനങ്ങൾക്ക് ഒന്നിലധികം തവണ വാക്സിൻ നൽകുമ്പോൾ മധ്യ ഇടത്തര രാജ്യങ്ങൾ എല്ലാവർക്കും വാക്സിനേഷൻ നൽകാൻ പ്രാപ്തരല്ല. മന്ത്രിയുടെ വോട്ടിൽ സമയപ്പഴവില്ലെന്ന് കളക്ടർ. തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാംഘട്ട പോളിംഗിൽ 7 മണിക്ക് മുൻപ് AC മൊയ്തീൻ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. വാക്സിൻ. ബ്രിട്ടനിൽ അലർജി കൂടുന്നു. US അനുമതിക്ക് നീക്കം. വാഷിംഗ്ടൺ. ഫൈസർ വാക്സിൻ അമേരിക്കയിലും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതിയിലേക്ക് അടുക്കുന്നു. US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ച വിദഗ്ധ സമിതി ഫൈസർ ബയോടെക് കോവിഡ് വാക്സിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏതാനും കോവിഡ് വാക്സിനുകൾക്ക് അടുത്ത ആഴ്ച അനുമതി നൽകിയേക്കും. ന്യൂഡൽഹി. COVID-19 വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഭാരത് ബയോടെക് എന്നിവർ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോവിഡ് വാക്സിൻ സംഭരണം. ഡൽഹി, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ സംവിധാനം ഒരുങ്ങുന്നു. ന്യൂഡൽഹി. കോവിഡ് വാക്സിന്റെ 3 കോടി ഡോസുകൾ സംഭരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച സംവിധാനങ്ങൾ നിലവിൽ രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കർഷക സംഘടനാ നേതാക്കളുമായി അമിത് ഷാ ചർച്ച നടത്തുന്നു. ന്യൂഡൽഹി. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷക സംഘടനകളുടെ 13 നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ചർച്ച നടത്തുന്നു. ഡാം സുരക്ഷാ സംവിധാനം പരാജയപ്പെട്ടു. വെനീസ് വെള്ളത്തിൽ. വെനീസ്. ഇറ്റലിയിലെ പുരാതന നഗരമായ വെനീസ് വെള്ളത്തിൽ. പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ആർട്ടിഫിഷ്യൽ ഡാം സംവിധാനം പരാജയപ്പെട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. മധ്യമേഖലാ തപാൽ അദാലത്ത് ഓൺലൈനായി നടത്തും. കൊച്ചി. മധ്യമേഖലാ തപാൽ അദാലത്ത് 2020 ഡിസംബർ 21 രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ഗാന്ധിനഗർ മാവേലി റോഡിലുള്ള പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ഓൺലൈനായി ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തും. പാർത്ഥിവ് പട്ടേൽ ക്രിക്കറ്റിനോട് വിട പറഞ്ഞു. അഹമ്മദാബാദ്. 17-ാം വയസ്സിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പാർത്ഥിവ് പട്ടേൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യയ്ക്ക് വേണ്ടി 25 ടെസ്റ്റിലും 38 ഏകദിനങ്ങളിലും താരം കളിച്ചിട്ടുണ്ട്. ഇൻഡസ് സംരംഭക ആഗോള ഉച്ചകോടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്ത. നൂതന ആശയ പരിപാടികളിലൂടെ വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പരിപോഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ M. വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു. സ്കൂൾ ബാഗിന്റെ ഭാരം. കേന്ദ്ര സർക്കാർ പുതിയ നയം തയ്യാറാക്കി. ന്യൂഡൽഹി. ശരീരഭാരത്തിന്റെ 10% താഴെയായിരിക്കണം സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗിന്റെ ഭാരമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ സ്കൂൾ ബാഗ് നയം ശുപാർശ ചെയ്യുന്നു. 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് നൽകരുതെന്നും നയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെന്റ് മേരീസ് പഴയ പള്ളി ഇനി മരിയൻ തീർത്ഥാടന കേന്ദ്രം. കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് പഴയ പള്ളി ഇനി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. സ്വർണ്ണക്കടത്ത്. വിശദീകരണവുമായി സ്പീക്കർ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി ഒരിക്കൽ പോലും യാത്ര ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.